കിം തേയുങ് എന്ന BTS ഒരു ഗ്ലോബൽ സ്റ്റാറും വേൾഡിലെ തന്നെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗറായ K-pop ഐഡലാണ്. എന്നാൽ ഇന്ന് കാണുന്ന പ്രശസ്തിയിലേക്കും വിജയത്തിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ യാത്ര എളുപ്പമായിരുന്നില്ല. സൗത്ത് കൊറിയയിലെ ഡേഗുവിൽ 1995 ഡിസംബർ 30 ജനിച്ച ഗ്രാമപ്രദേശത്തെ ഒരു ചെറിയ പട്ടണത്തിലാണ് വളർന്നത്. ചെറുപ്പം മുതലേ സംഗീതത്തോടുള്ള അഭിനിവേശമുള്ള തേയുങ് ഒരു കലാകാരനാകണമെന്നായിരുന്നു സ്വപ്നം കണ്ടിരുന്നത്. ഒരു പുവർ ഫാമിലിയിൽ താൻ ജനിച്ചതും വളർന്നതും എങ്ങനെയെന്ന് തന്റെ ഇന്റർവ്യൂവിൽ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിയുടെ അച്ഛൻ ഒരു ഫാർമർ ആയിരുന്നു. വിയുടെ മാതാപിതാക്കൾ കുടുംബത്തിന് മാന്യമായ ഉപജീവന മാർഗം നൽകുന്ന തിരക്കിലായതിനാൽ ഗ്രാൻഡ് മദറാണ് വിയെ വളർത്തിയത്. ഗ്രാൻഡ് മദറുമായി വളരെ ബോണ്ടുണ്ടായിരുന്ന അതിനാൽ അവർ മരിച്ചപ്പോൾ സ്റ്റേജിൽ പോലും തനിക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നു. 2011 സൗത്ത് കൊറിയൻ എന്റർടൈൻമെന്റ് കമ്പനി വിഹിറ്റ് എന്റർടൈൻമെന്റിൽ ഓഡിഷൻ നടത്തിയപ്പോഴാണ് താരപദവിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. തനിക്ക് 15 വയസ്സുള്ളപ്പോൾ വിഹിറ്റ് എന്റർടൈൻമെന്റിലെ ഓഡിഷന് സുഹൃത്തിനൊപ്പം തന്റെ സുഹൃത്തിനെ പിന്തുണയ്ക്കാൻ കൂടെ വന്നതാണ്. എന്നാൽ വിഹിറ്റ് എക്സിക്യൂട്ടീവ് വിയെ ശ്രദ്ധിക്കുകയും ഓഡിഷനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിക്ക് ഓഡിഷന് പങ്കെടുക്കാൻ പ്ലാൻ ഒന്നുമില്ലാതെയാണ് വന്നത്. അതുകൊണ്ട് അദ്ദേഹം അനുവാദം ചോദിക്കാനായി മാതാപിതാക്കളെ വിളിച്ചു. അവർ സമ്മതം അറിയിക്കുകയും അങ്ങനെ ഓഡിഷനിൽ വിജയിച്ച അദ്ദേഹം വിഹിറ്റ് എന്റർടൈൻമെന്റിലെ ഒഫീഷ്യൽ ട്രെയിനിയായി മാറുകയായിരുന്നു. 2013 BTSലൂടെ ഒഫീഷ്യൽ ഡെബ്യൂട്ട് നടത്തി. തന്റെ ജനറേഷനിൽ ഏറ്റവും ജനപ്രിയനും ഒപ്പം പ്രിയപ്പെട്ടതുമായ ആർട്ടിസ്റ്റുകളിൽ ഒരാളായി തന്നെ മാറി. പിന്നെയുള്ള വിയുടെ ജേർണീസ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. വിയുടെ കഴിവും കഠിനാധ്വാനവും അംഗീകരിക്കപ്പെടാതെ പോയിട്ടുമില്ല. വിയും BTSും നിരവധി MTV വീഡിയോ മ്യൂസിക് അവാർഡും ബിൽബോർഡ് മ്യൂസിക് അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. 2018 സൗത്ത് കൊറിയൻ ഗവൺമെന്റ് ഓർഡർ ഓഫ് കൾച്ചറൽ മെറിറ്റ് നൽകി വിയുടെ ആർട്ടിസ്റ്റ് എന്ന നിലവിലുള്ള കോൺട്രിബ്യൂഷൻസിനെ എല്ലാം ആദരിച്ചിരുന്നു. 2023 സെപ്റ്റംബർ 8 ലേഓവർ എന്ന മിനി ആൽബത്തിലൂടെ തന്റെ ഒഫീഷ്യൽ സോളോ അരങ്ങേറ്റം നടത്തി. ആൽബം അരങ്ങേറ്റം കുറിച്ച് നമ്പർ ബിൽബോർഡ് 200 ചാർട്ടിൽ ലവ് മീ അഗൈൻ എന്ന ആൽബത്തിലെ 2 ഗാനങ്ങളും സ്ലോ ഡാൻസിംഗ് എന്ന ടൈറ്റിൽ ട്രാക്കും ബിൽബോർഡ് ഹോട്ട് 100 ചാർട്ടിൽ ഇടം പിടിച്ചു. ദക്ഷിണ കൊറിയയിലെ തന്നെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ഒരു ഗ്ലോബൽ സൂപ്പർ സ്റ്റാറിലേക്കുള്ള വിയുടെ യാത്ര ശരിക്കും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ കഴിവും കഠിനാധ്വാനവും അർപ്പണബോധവും ലോകമെമ്പാടുമുള്ള ഒരുപാട് ദശലക്ഷക്കണക്കിന് ആരാധകർക്ക് പ്രചോദനമായിട്ടുണ്ട്. കൂടാതെ വിശ്വസ്തരും അതുപോലെ തന്നെ ആവേശഭരിതരുമായ ഒരുപാട് ആരാധകരെയും അദ്ദേഹം സൃഷ്ടിച്ചു. വിയുടെ ജന്മദിനം BTS ആരാധകർക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കഴിവും കൈൻഡ്നെസ്സും സ്പർശിച്ചിട്ടുള്ള ഏതൊരാൾക്കും സ്പെഷ്യലാണ്. വിയുടെ നൃത്തത്തിനോടും സംഗീതത്തിനോടുമുള്ള പാഷനും കൂടാതെ ഡൊണേഷൻസ്, ചാരിറ്റി അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കുചേരാറുണ്ട്. വിയുടെ കൈൻഡ്നെസ്സും പാഷനും എല്ലാം വിയെ മറ്റാളുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. അതുകൊണ്ടായിരിക്കാം വിക്ക് ഇത്രമാത്രം ഫാൻസ്. 2011 സുഹൃത്തിനൊപ്പം ഓഡിഷന് വന്നപ്പോൾ പോലും കരുതി കാണില്ല ഈ ജനറേഷനിലെ തന്നെ മോസ്റ്റ് സക്സസ്ഫുള്ളും പോപ്പുലറുമായ ഒരു ഐഡലായി താൻ മാറുമെന്ന്. അന്നത്തെ ആ 15 വയസ്സുകാരന് ഇന്ന് 29 വയസ്സായിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ കിം തേയുങ്.